നർത്തകി ബിജുല ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. ബിജുല, വിവാദമാകുന്ന ഒരു പ്രസ്താവന മന്ത്രി അത് പിൻവലിക്കുന്നു. പക്ഷെ പിൻവലിക്കുമ്പോഴും ഒരു സന്ദേശം അതിനകത്തുണ്ടോ? ഇനി ഇങ്ങനെ ഒരു പരിപാടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ പ്രതിഫലം ചോദിച്ചാൽ ചോദിക്കുന്നവരൊക്കെ അഹങ്കാരിയാകും എന്നുള്ളൊരു ഒരു ഒരു പൊതുബോധ്യം സമൂഹത്തിന് മുന്നിലിരിക്കട്ടെ, അങ്ങനെ വിചാരിക്കില്ലേ ഈ രീതിയിലൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ? അതോ നേരെ തിരിച്ചാണോ ആൾക്കാർ വിചാരിക്കുക? ഇനിയൊരു പൊതുവേദിയിൽ ഇങ്ങനെയൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഞാൻ ഇന്ന് രാവിലെയും പറഞ്ഞിരുന്നു, നമുക്ക് മാക്സിമം സെലിബ്രിറ്റീസ് അല്ലാതെയും സർക്കാർ സെലിബ്രിറ്റീസിലല്ലാതെ ഒരു അവസരം ബാക്കിയുള്ള ഗുരുക്കന്മാർക്കും കൊടുത്താൽ ഇത്രയൊരു സെലിബ്രിറ്റീസിനെ പുകഴ്ത്തിക്കൊണ്ടുവന്നതും പൊക്കിക്കൊണ്ടുവരുന്നതും സർക്കാർ തന്നെയാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടിയത്. അപ്പൊ അതില്ലാണ്ട് ചെയ്യാൻ എത്രയോ 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 കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ വല്ലതും ചെയ്തിട്ട് അതിലേക്ക് കിടക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം. എന്ന് വെച്ചാൽ എല്ലാത്ത ഗുരുക്കന്മാർക്കും എല്ലാത്ത ഡാൻസേഴ്സിനും ഒരു അവസരം കൊടുത്തു നോക്കുക, അവരെങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കുക. അപ്പം ഈ ഒരു വിഷയമേ ഇവിടെ വരികയാണ്. ഞാൻ ആ ഒരു വിഷയമാണ് ഇപ്പോൾ നമ്മൾ ഈ അരമണിക്കൂറും സമയത്ത് ഞാൻ അവസാനിപ്പിച്ച് ചോദിച്ചത് ബിജുല. അതായത് കലോത്സവ വേദിയിലൂടെ വന്ന ഒരാൾക്ക് ഒരു ധാർമ്മികതയൊക്കെ, ചെറിയ കുട്ടികളുടെ പരിപാടിയല്ലേ, അതിനകത്ത് നൃത്തം പഠിപ്പിക്കുമ്പോൾ വേണ്ടതല്ലേ, അങ്ങനെ ഒരു ധാർമ്മികത കാണിക്കേണ്ട കലാകാരന്മാരെന്ന് ചോദിക്കുമ്പോൾ ആ ധാർമ്മികത ആദ്യം കാണിക്കേണ്ടത് സർക്കാരും ഭരണകൂടവും ഒക്കെ തന്നെയാണ്. അതായത് യഥാർത്ഥ കലാകാരന്മാർക്ക് നേരെ മുഖം തിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരം വിവാദങ്ങളിൽ തന്നെ സർക്കാർ ചെന്ന് പെടുന്നത് എന്ന് കൂടിയാണ് പറയുന്നത് ബിജുല, അല്ലേ? അതെ അതെ, അതാ ഞാൻ പറഞ്ഞത്. ഇനിയെങ്കിലും സർക്കാർ ബാക്കിയുള്ള എല്ലാ കലാകാരന്മാർക്കും തുല്യ പങ്ക് കൊടുക്കുക. എന്നുവെച്ചാൽ എല്ലാവർക്കും ഒരേ വാല്യൂ കൊടുക്കും. അപ്പൊ ഇങ്ങനൊരു വിഷയം അവിടെ വരില്ല. സർക്കാർ ഇതിപ്പം സെലിബ്രിറ്റീസ് മാത്രമേ ഒരു പ്രോഗ്രാം ചെയ്യാൻ പാടുള്ളൂ, സെലിബ്രിറ്റീസിന് എത്ര കാശ് കൊടുത്താലും കുഴപ്പമില്ല എന്നുള്ളത്. എന്തുകൊണ്ട് സാധാരണ ഒരു കലാകാരന് കൊടുക്കുന്നില്ല ഇത്രയും ഒരു വാല്യൂ? അവരും ഇങ്ങനെ തന്നെ കഷ്ടപ്പെട്ടിട്ട് തന്നെ നൃത്തം പഠിച്ചു വന്നവരല്ലേ. സിനിമാ താരങ്ങളുടെ കിട്ടുന്ന അനാവശ്യ പരിഗണനയ്ക്ക് മുന്നിൽ യഥാർത്ഥ കഴിവുള്ള കലാകാരന്മാരും കലാകാരികളും കേരളത്തിൽ അവഗണിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് സർക്കാർ വേദികൾ പോലും അവഗണിക്കപ്പെടുന്നുണ്ട് എന്നുകൂടിയാണോ? അതെ, അതാണ് സത്യം, അതാണ് വാസ്തവം. നമുക്ക് തന്നെ അറിയാം എത്ര ഒരു സൂര്യ ഫെസ്റ്റിവലിൽ എത്ര സെലിബ്രിറ്റീസ് അല്ലാതെ എത്ര നല്ല നല്ല ഡാൻസേഴ്സ് ഉണ്ട്, നല്ല നല്ല കോറിയോഗ്രാഫീസ് ഉണ്ട്, അവരുടെ ഐഡിയാസ് ഉണ്ട്. ഒന്നും വേണ്ട, കലോത്സവ വേദി തന്നെ എടുത്താൽ മതി. കലോത്സവ വേദിയിൽ വരുന്ന ഗ്രൂപ്പ് ഡാൻസും എല്ലാത്തതും എത്ര നല്ല നല്ല അധ്യാപകരുണ്ട്. അവർക്കൊക്കെ ഒരു അവസരം കൊടുക്കുക. അപ്പൊ ഇത്രയും ഒരു കാശ് അവർ ചോദിക്കൂല. സർക്കാരിനും ലാഭമാണ്. നമ്മളെ ഇങ്ങനെയുള്ളൊരു കലോത്സവ വേദി എന്ന് പറയുന്നത് കുറെ സർക്കാർ തന്നെ പറയുന്ന കുറെ ബുദ്ധിമുട്ടുകളാണെന്ന്. അപ്പം ഈ ഒരു കാശ് ഇത്ര 5 lakhs ഒന്നും എന്തായാലും ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ആള് ചോദിക്കും. ഓക്കെ, റൈറ്റ്. യെസ്, കലാമണ്ഡല സത്യഭാമ.